അസ്സലാമലൈക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. റമദാൻ 21 രാവിലേക്ക് നാം കടന്നു. നമ്മൾ ചെയ്ത അമലുകൾ, നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിച്ച് കാണണമെന്ന പ്രാർത്ഥനയിലാണ് നമ്മൾ. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ നാഥ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലൈലത്തുൽ ഖദർ അഥവാ വിധി നിർണയ രാവിനെ കുറിച്ചാണ്. നമ്മുടെ വിധി മാറ്റാൻ കഴിയുന്ന രാവാണ്. 86 വർഷത്തെ കൂലിയാണ് ഈ രാവിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ അത് എന്ന് എപ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതിനുവേണ്ടി അവസാനത്തെ 10 മുഴുവനും നാം അമലുകളിൽ വ്യാപൃതനായി തുടരണം. നമസ്കാരം, ഖുർആൻ പാരായണം, സ്വതക്ക മുതലായ കർമ്മങ്ങളിൽ നാം മുഴുകണം. ആത്മാർത്ഥമായി നാം തേടണം. തൗബയ്ക്ക് വേണ്ടി നാം ചെയ്ത എല്ലാ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗമാണ് തൗബ. ഈ ലോകത്ത് മാത്രമല്ല നമ്മുടെ ജീവിതം, നാളെ പരലോകത്തുള്ള ജീവിതത്തിൽ തൗബ ചെയ്യാതെ പോയിട്ടെന്തിന്? നമ്മുടെ പാപങ്ങൾ എല്ലാം കഴുകിക്കളയാതെ നാം മടങ്ങിയിട്ടെന്തിന്? 27 രാവിലാണ് കൂടുതലായി ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്ന മഹാന്മാരിൽ അഭിപ്രായമുണ്ട്. പക്ഷേ അവസാനത്തെ 10 എല്ലാ ദിവസവും ഖദറിൻ്റെ രാത്രി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ രാവിലെ, അതായത് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്ന് നബിയോട് ചോദിക്കുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി പറയുന്നത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ്. അതാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കുന്ന രാത്രികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ദുആയാണ് ഇത്.